എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യുന്നത് ഒരു പാചകം ആണ്. ഇന്ന് ചെയ്യുന്നത് ഒരു കൂണുതോരനാണ്. അതിനായിട്ട് വേണ്ട സാധനങ്ങൾ കാണിക്കാം. കടുക്, വത്തരിമുളക്, പിന്നെ കറിവേപ്പില, സവോള, പിന്നെ ഒരു തേങ്ങായും പെരുംജീരകവും മഞ്ഞൾ പൊടിയും മുളകും, ഇത്ര സാധനമായിട്ട് അരച്ച് വെച്ചേക്കുന്ന ഒരു അരപ്പ്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് കൂണ് കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്ടി വെച്ച് അതിൽ എണ്ണ വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് കടുക് ഇടുവാണ്. ആവശ്യത്തിന് കടുക് ഇടുക. കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വറ്റൽമുളകും പിന്നെ കറിവേപ്പില ഇടുവാണ്. ഇനി ഇതിലേക്ക് നമ്മൾ സവോള ഇടുവാണ്. ഇതാണ് സവോള. സവോള ഒന്ന് മൂക്കട്ടെ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിടുവാണ്. അയ്യോ, ഞാൻ കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കൂൺ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കാം. ഇനി നമ്മളുടെ ശകലം മഞ്ഞൾ പൊടിയും കൂടി ഇടുവാണ്. ഇതൊന്ന് ഇളക്കട്ടെ. എന്നിട്ട് നമ്മൾ കൂണ് അടച്ച് വെച്ചൊന്ന് വേവിക്കുകയാണ്. വെള്ളം ഒഴിക്കേണ്ട, കൂണിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഇനി നമ്മുടെ കൂണ് പകുതി വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നമ്മുടെ അരപ്പ് ചേർക്കുകയാണ്. അരപ്പ് ചേർത്തിട്ട് ഇളക്കുന്നില്ല. അരപ്പ് ഇതിൻ്റെ അകത്തോട്ട് ശകലം ആവി കയറി കഴിയുമ്പം ഇളക്കാനാണെന്നാണ് അമ്മ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു. ഇനി നമുക്ക് ഒന്നും കൂടെ നമ്മൾ അരപ്പൊന്നിട്ട് ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ച് അത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറക്കാം. നമുക്കിനി ഒന്ന് തുറന്നിട്ട് ഇളക്കി നോക്കാവേ. തുറന്ന് നമുക്കൊന്ന് ഇളക്കാം. നമ്മൾ തന്നെ ഇറക്കിക്കൊണ്ടിരിക്കുവാണ്. എൻ്റെ ഇളകുന്നത് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ താഴെയൊന്നും കളയില്ല. ഇല്ല, പോരെ? എന്തോരം ഇളക്കണം എന്ന് പറയണേ. മതി മതി. അയ്യോ, പോരട്ടെ. ഇതാണ്ട് നമ്മളെ കൂണ് കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ എൻ്റെ സെർവിങ് ഡിഷിലേക്ക് എടുത്തു വെക്കുകയാണ്. തീ ഓഫ് ചെയ്യേ? അത് മറന്നുപോയി. നമ്മളെ തീ ഓഫ് ചെയ്തു. നമ്മളെ പാചകക്കാരനെയൊക്കെ പോലെ വാരി പാത്രത്തിലോട്ട് വെക്കുവാണ്. അത്രയും മതി. വേണ്ടേ? എൻ്റെ മനോഹരമായ എൻ്റെ കൂണ് തോരൻ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ നല്ല പാത്രമൊക്കെ അല്ലേ? നല്ല പാത്രമൊക്കെ അല്ലേ? അപ്പോൾ ഞാൻ തയ്യാറാക്കിയ എൻ്റെ ഈ കൂണ് തോരൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ശകലം ടേസ്റ്റും കൊടുത്ത് ചെയ്ത് നോക്കിയിട്ട് ബാക്കി കൊണ്ടുപോയി ചോറുണ്ണട്ടെ. അപ്പം നല്ല ടേസ്റ്റാണ്. എല്ലാവരും കൂണ് തോരൻ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പോയി ഉണ്ടാക്കുക, തിന്നുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ താങ്ക് യു.